ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ ഇവളുടെ +2 ഒക്കെ കഴിഞ്ഞില്ല, എക്സാം കേട്ടോ 3-ാം തീയതി. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കോളേജൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ ഇവിടെ മൈസൂരുള്ള കേട്ടോ നമ്മൾ. അപ്പോൾ അതിനു മുമ്പ് വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. നമ്മുടെ കോളേജൊക്കെ കാണാൻ വേണ്ടി വന്നേക്കും. അപ്പോൾ നമ്മളത് നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പം ഒരു 3-4 കോളേജ് കാണുമായിരിക്കില്ലേ? അപ്പം കാണുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ ഞങ്ങളും ഫസ്റ്റ് ടൈമാണ്, ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളും അതിൻ്റെ ഒരു ത്രില്ലായിരിക്കുന്നത്. നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് കുഞ്ഞാവയ്ക്ക് നന്നായിട്ട് വിശന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് രാവിലെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ആ രാവിലെ കഴിച്ചിട്ടില്ല, 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ അവന് ഫുഡൊന്നും മര്യാദയ്ക്ക് അങ്ങനെ രാവിലെ കഴിച്ചിട്ടില്ലായിരുന്നു. ഞാനിവിടുന്ന് അപ്പമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവനിങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവൻ കഴിക്കാതെ ഇങ്ങനെ വായിലും വെച്ചുകൊണ്ടിരിക്കുക, അവൻ കഴിക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ അവന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാലൊക്കെ ഞങ്ങൾ എടുത്തിട്ട് പോയിട്ടുണ്ട്, കുറുക്കൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിത് കാവേരിയിലെത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്ന ബസ്സാട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരവും കൊണ്ടുപോകും, അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഈ കാണുന്നതൊക്കെയാണ് കാവേരി. അപ്പോൾ ഇതാ വിച്ചായനും മുത്തും കൂടെ കോളേജ് കാണാൻ പോയിട്ടുണ്ട്. അപ്പം 2ാമത്തെ നിലയിലാട്ടോ കോളേജ് ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് വാള വയ്ക്കാൻ നിർത്തിയായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇച്ചായൻ പറഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് നടന്നൊന്ന് റിലാക്സ് ആവും, നമ്മളെ കയ്യും കാലൊക്കെ ഒന്ന് അനങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മളതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് നിന്നതായിരുന്നു. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേതാ സ്ഥലം? ശ്രീരംഗപട്ടണത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഇഷ്ടം പോലെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടമുള്ള കാവേരി ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചായിരുന്നു, എടുത്തായിരുന്നു. ഹോസ്പിറ്റലല്ല, കോളേജാ. അങ്ങനെ ഞങ്ങൾ എയിംസിലെത്തിട്ടോ. എയിംസ് മാണ്ടിയാന്ന് തോന്നുന്നു. അത് കാവേരി അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിയ കോളേജാട്ടോ. എത്ര ഏക്കർ പറഞ്ഞു, അത്രയും വലിയ 30-40 അത്രയും ഏക്കറിൽ ഉള്ള കോളേജായത്. ഒരുപാടുണ്ട് കാണാൻ, ഒരുപാടുണ്ട്. നമുക്ക് നടന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം തികയില്ല. അതുകൊണ്ട് ഞങ്ങൾ കാറിങ്ങനെ കറങ്ങി അങ്ങനെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഹോസ്റ്റല്, ബോയ്സിന് വേറെ ഹോസ്റ്റല്, ലേഡീസിന് വേറെ ഹോസ്റ്റല്, ക്യാൻറ്റീന്. ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലുകാരുടെ ക്യാൻറ്റീൻ, അല്ലാതെ ഹോസ്റ്റലുകാരുടെ ക്യാൻറ്റീൻ, അങ്ങനെ അല്ലാത്തതിന് പുറമെ വേറെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റലിൽ പിള്ളേർക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല, എല്ലാം അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഗേറ്റ് കടന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ലീവിന് വരുമ്പോൾ മാത്രമേ പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണ്. അപ്പം ഇഷ്ടമായി ഞങ്ങൾക്ക്. മറ്റേ കാവേരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാവേരി കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതേ അപേക്ഷിച്ച് നമ്മളിത് കാണുമ്പം നമുക്കിത് ഒരുപാട് ഇഷ്ടമായി. ക്യാമ്പസ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ, എന്താ പറയുക, ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരിതുണ്ടാവുമല്ലോ, അങ്ങനെ ഒരുപാട് ഇഷ്ടമായി. നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും. അപ്പം ഞങ്ങൾ കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അത് ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ പോയി. കുറേ തൈരൊക്കെ എത്തുമ്പോൾ തൈരൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഓർമ്മൊക്കെ ഉണ്ട് കേസ്. ചോറിൻ്റെ കൂടെ കിട്ടുന്ന അറിയാം. ഇതെന്തത്? അതൊന്നും എനിക്കാർക്കില്ല. എനിക്കെന്താ ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്?
എൻ്റെ പൊരിയും കൂടെ. ചോറുന്നണ്ട ഇത് ചോറിന് കൂടെ ഫ്രീ കിട്ടുന്നത്. ഫ്രീയോ? പൈസ കൊടുക്കണ്ട? പൈസ കഴിക്കുമ്പോൾ അതിനോട് ഫ്രീ കിട്ടണം. പക്ഷെ കറികളൊന്നും വലിയ രസമില്ല. എന്താ പൂരി കൊടുത്തപ്പോൾ അതിൻ്റെ ഭാഗം ഹായ്. അപ്പം നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുവാണ്. നമ്മൾ ഫുഡ് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല. വളരെ മോശമായ ഫുഡായിരുന്നു. നമുക്കൊന്നും പിടിക്കുന്നില്ല. ഞങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് വന്നു. അവർക്കെല്ലാം കൊടുത്തിട്ട് വന്നു. ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ. കോളേജെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക്. യെസ്. ഹായ്. ഞങ്ങൾ കോളം ഇതാണ്. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ ടയേർഡായിപ്പോയി. ഉറങ്ങി നന്നായിട്ട്. ഫുഡ് കഴിച്ചതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ശരിയായില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉറങ്ങി. കോളം കണ്ടില്ലേ. നിങ്ങൾ കോളേജൊക്കെ കണ്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേത് എയിംസാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര അടിപൊളി ക്യാമ്പസ്. അത് പറയാം. നമുക്കത് ഒരു വട്ടം നമ്മളിങ്ങനെ ചുറ്റി നമ്മൾ കാറിൽ ചുറ്റി കറങ്ങണം. കാണണമെങ്കിൽ നടന്നൊന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങൊന്നും എത്തില്ല. അത്രയുണ്ട് കാണാൻ. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കാവേരിയും കണ്ടു. കാവേരിയും കുഴപ്പമൊന്നുമില്ല, നല്ല കോളേജ് തന്നെയാണ് അതും. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് ആകെപ്പാട് ഒരു ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് ഹോസ്റ്റലും നമ്മുടെ ഹോസ്പിറ്റലും ഹോസ്റ്റലും കോളേജും എല്ലാ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാൻറ്റീൻ, കടകൾ എല്ലാം ഉണ്ട്. പിന്നെ കാവേരിയിൽ പക്ഷേ എന്താ വെച്ചാൽ പുറത്താണ് ഹോസ്റ്റല്. പരുന്തുകൾ പുറത്താണ് ഹോസ്റ്റല്. പിന്നെ ഹോസ്പിറ്റലും പുറത്താണ്. അപ്പം നമുക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കൊരു ഭയങ്കര ടെൻഷനാണല്ലോ പുറത്തൊക്കെ ആകുമ്പോഴൊക്കെ. ഇതാകുമ്പോൾ ഉള്ളിൽ തന്നെയാണ്. അപ്പം ഇവരോട് പുറത്ത് ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കൂട്ടിലടച്ച കിളിയായി നിങ്ങൾ വളർത്താൻ പോവുക. ഹോസ്പിറ്റലിൽ എന്തോരം ആൾക്കാർ. പക്ഷെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കടകൾ എന്ത് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. കടകൾ, പിന്നെ ക്യാൻറ്റീന്, അല്ലാതെ ഹോസ്പിറ്റലുകാരുടെ ക്യാൻറ്റീന്, പിന്നെന്താ ഹോസ്റ്റലുകാരുടെ ക്യാൻറ്റീന്, അല്ലാതെ ഫുഡുകൾ, അല്ലാതെ പുറത്ത് കടകൾ ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളുടെ സെൻറ്റ് ജോസഫിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ കാറ്റുള്ള എനിക്കൊരു മരം ചുറ്റും കാണിച്ചെടുക്കുക. മരത്തിൻ്റെ ചുവട്ടിൽ നല്ല തണലുണ്ട്, വെയിലുണ്ട്. ചുറ്റിനത് പരുന്ത് പറക്കും. പരുന്ത് കാണുന്നുണ്ടോ നിങ്ങൾ? പരുന്ത് കണ്ടോ? അതൊക്കെ കുറേ പരുന്തുകളുണ്ട്. അടിപൊളിയാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇത്രയും പരുന്തിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്തുനിന്ന് കാണുന്നിട്ട്. ദൂരം 10-20 ഉണ്ടെന്ന് തോന്നുന്നു. സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ. ഇവിടെ നഴ്സിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കിലേക്ക് ഉണ്ടാവൂലേ? ബൊഗെയിൻവില്ല. കൈവച്ച് നോക്കും. കുത്തുവോ? എന്താന്നോ അവിടെ കൊണ്ട് വെച്ചാൽ പഠിച്ച് കാണിച്ചിട്ടാ കുത്തുവല്ലോന്ന്. ഇതെന്താ ഇത്രയും താന്ന് നടക്കുന്നേ? അതെന്താന്നറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. ചുട്ടാ ഹായ് പറ. ഹായ്. അതൊരു ഷോർട്ടാക്കി. അങ്ങനെ ഞങ്ങൾ മൈസൂരൊക്കെ ചുറ്റിക്കറങ്ങി
എല്ലാം കണ്ടു. തിരിച്ച് ഞങ്ങൾ വന്നപ്പോഴേക്ക് രാത്രിയായിട്ടോ. അപ്പോഴത്തേക്ക് ബസ് കണ്ടു. അപ്പോൾ ബസ്സിൽ കയറി. വീഡിയോ എടുക്കാനൊന്നും വയ്യായിരുന്നു, ഞങ്ങൾ ആകെ ക്ഷീണിച്ചായിരുന്നു. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.